PM സുരേഷ് ബാബു, ജയിൽ വകുപ്പിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയല്ലേ ഇത്? ഒരു വാക്യാർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ഏത് വസ്തുത അല്ലെങ്കിൽ ഏത് കാര്യം ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിലോ നടന്നാൽ ആ സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഭരണാധികാരികൾക്ക് അതിനോട് സാങ്കേതികമായും ധാർമ്മികമായും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കം അതിനകത്ത് ഉന്നയിക്കേണ്ടുന്ന കാര്യമില്ല. ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണാധികാരികളുടെയോ വീഴ്ചയുണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ ഒരു മെൻസറിയ എന്ന് പറയുന്നുണ്ട്. മെൻസറിയ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ ജയിലിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുവാൻ അനുവാദം കൊടുക്കാനുള്ള അല്ലെങ്കിൽ സഹായം ചെയ്തു കൊടുക്കാനുള്ള മെൻസറിയ ഈ ഭരണകൂടത്തിനുണ്ടോ എന്നുള്ളതാണ് നമ്മളെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അവർ അങ്ങനെ ഒരു താല്പര്യം കൊടുക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ അതിന് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഭരണാധികാരികൾക്ക് ആ ഭരണാധികാരികളായി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രിമിനൽ കുറ്റവാളിയോട് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമോ അല്ലാത്തതോ രാഷ്ട്രീയമോ സാമൂഹ്യമായ ബന്ധങ്ങളുണ്ടോ? ഇല്ല എന്ന് ആർക്കും കണ്ണടച്ച് പറയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കാരണം ഇന്നത്തെ ഭരണകൂടത്തെ എതിർക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽപ്പെട്ട ആളുകൾക്ക് ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന് പറയാം. സാങ്കേതിക അർത്ഥത്തിൽ ഞാനത് അനുവദിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഭരണകൂടത്തിൻ്റേതല്ല, മറിച്ച് ആ ജയിൽ അധികാരികളുടെ വീഴ്ചകൾ ധാരാളം ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉപ്പ് വെച്ച് ഒരു ഇരുമ്പ് കമ്പി പൊട്ടിപ്പിക്കണമെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കഴിയില്ല. രാവ് വെച്ചിട്ട് രാവിയാൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പൊട്ടിയെന്ന് വരും. ഉപ്പ് വെച്ച് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ മാസക്കണക്കിനുള്ള പ്രയത്നത്തിലൂടെ മാത്രമേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാൻ ജയിലിൽ വിസിറ്റ് ചെയ്യേണ്ടുന്ന, മുറികളിൽ വിസിറ്റ് ചെയ്യേണ്ടുന്ന ആ സെല്ലിൻ്റെ ഉത്തരവാദിത്വമുള്ള ഉണ്ടായിരുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ വീഴ്ചയാണ് എന്ന് പറയാൻ ഞാനെന്തിനു മടിക്കണം? ഞാനെന്തിനകത്ത് അവരെ വെള്ളപൂശാൻ ശ്രമിക്കണം? അത്തരം വീഴ്ചകൾ ധാരാളം ഉണ്ടാവുകയും പലതരത്തിലുള്ള വീഴ്ചകളുടെ ഒരു ഭാഗം എന്ന നിലയിൽ ഈ ഗോവിന്ദച്ചാമിക്ക് പുറത്തേക്ക് ചാടിപ്പോകാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ DGP അടക്കമുള്ള ആളുകളുടെ സർവൈലൻസിൻ്റെ കുറവ്, അത് കഴിഞ്ഞ് ഇവിടുത്തെ ജയിൽ അധികാരിയുടെ ഉത്തരവാദിത്തരഹിതമായ സമീപനം, അല്ലെങ്കിൽ ഒരു ലേസിനെസ്, ഒരു തരത്തിലുള്ള ഒരു ക്യാഹെ എന്ന് നമ്മളൊക്കെ നാട്ടിൽ പറയുന്ന പോലെയുള്ള ഒരു സമീപനം, ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിന് പോലും നാണക്കേടുണ്ടാക്കുന്ന, ഒരു ഭരണകൂടത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഈ പ്രവൃത്തി ഇന്നലെ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതിന് കാര്യമായ നടപടികളിലും അന്വേഷണങ്ങളും മേലിത് ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് മാതൃകാപരമായ ശിക്ഷകൾ അവർക്ക് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിൽ ഭാവി കേരളത്തിൻ്റേതായിട്ട് നമുക്ക് ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഭരണകൂടത്തിന് ഈ കാര്യത്തിൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയെ പുറത്തു കടത്തുന്നതിന് യാതൊരുവിധ താല്പര്യവും ഉള്ളതല്ല. മറിച്ച് ആ ഉദ്യോഗസ്ഥന്മാരോ അവിടെ ഉണ്ടായിരുന്ന ചുമതലപ്പെട്ട ആളുകളുടെയോ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. ആ വീഴ്ച കണ്ടുപിടിക്കുന്നതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ ഉണ്ടാകുക എന്നുള്ളതിൽ കവിഞ്ഞ് ഈ കാര്യത്തിൽ മറ്റൊരു തെറ്റ് ഒരു ഭരണകൂടത്തിനുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. PM സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞു ഭരണകൂടത്തിന് ഗോവിന്ദച്ചാമിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള താല്പര്യം ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുന്നു. ഇതേ ജയിലിൽ നിന്നാണ്, അതായത് കണ്ണൂരിലെ സെൻട്രൽ ജയിലിനോട് ചേർന്നുള്ള വനിതാ ജയിലിൽ നിന്നാണ് ഷിറിൻ എന്ന തടവുകാരിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച
ഷെറിനെ കഴിഞ്ഞ ആഴ്ച റെമിഷൻ നൽകി, ഇളവ് നൽകി പുറത്ത് വിട്ടത്? നമുക്കറിയാം, കേരളത്തിലെ ജയിലുകളിൽ 20 വർഷത്തിലധികമായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരുണ്ട്. അവർക്കൊന്നും നൽകാത്ത പരിഗണന ഷെറിന് എന്തുകൊണ്ട് നൽകി എന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ലേ? എന്താണ് ഭരണകൂടത്തിന് ഇത്ര വലിയ താല്പര്യം ഷെറിനോട്? ഒരുപക്ഷെ അതേ താല്പര്യം എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയോട് ആയിക്കൂടാ? ഗോവിന്ദച്ചാമിയോട് ഉള്ളതും ഷെറിൻ എന്ന് പറയുന്ന വനിതയോടുള്ള താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡിയായിട്ട് എടുക്കാൻ കഴിയില്ല. അത് ഈ ചർച്ചയിൽ കടന്നു വരും എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം അതിനെക്കുറിച്ചുള്ള മറുപടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അത് ഞാൻ ഈ ഗോവിന്ദച്ചാമി ഇഷ്യൂവുമായിട്ട് മാത്രമേ ഈ കാര്യത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഷെറിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളും അത് ഗവൺമെൻറ് കാണിച്ച താല്പര്യവും ഗവൺമെൻറ് റെമിഷൻ നൽകി കൊടുത്തതും ഒക്കെ നിയമപരമായ മാർഗത്തിലൂടെയാണെന്നാണ് എൻ്റെ കൃത്യമായ അറിവ്. ആ നിയമപരമായ മാർഗത്തിലൂടെ ചെയ്ത് പുറത്തു കളയുന്നതും കമ്പിയുപ്പ് വെച്ച് പൊട്ടിച്ച് പുറത്ത് ചാടി വരുന്നതുമൊക്കെ രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ആ വിഷയം നമുക്ക് പിന്നീട് വേറൊരു അവസരത്തിൽ ആലോചിച്ച് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമായി. ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ചാർലി തോമസിന് പരസഹായമില്ലാതെ ജയിൽ ചാടാനാവില്ല. അതീവ സുരക്ഷാ ബ്ലോക്കിലെ പാറാവുകാർ ഉറങ്ങുകയായിരുന്നു. മനസ്സിലാക്കുന്നത് ഈ അതീവ സുരക്ഷാ ബ്ലോക്ക്, ഈ 10ാം ബ്ലോക്കിൽ 100 തടവുകാരെ നോക്കാൻ 3 ജീവനക്കാരെ, ജയിൽ ജീവനക്കാരെ ഉള്ളൂ എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ 3 പാറാവുകാർ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 1.5 മാസമായിട്ടുള്ള പ്രിപ്പറേഷൻ, ആസൂത്രണം, അതൊന്നും ഇവർ കാണാതെ പോയതാണോ? മാത്രമല്ല, ഈ സെല്ലിൻ്റെ കമ്പി മുറിച്ച് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടാലും നേരത്തെ ശ്രീ രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കൂറ്റൻ മതിൽക്കെട്ടുകൾ മറികടന്ന് പുറത്തേക്ക് പോകുന്നത് ദുഷ്കരമാണ്. അതൊക്കെ ഈ ഒറ്റക്കയ്യന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ സെൻട്രൽ ജയിലിലെ പാറാവുകാർ എന്ത് ചെയ്യുകയായിരുന്നു? ഒരുപക്ഷെ കണ്ണടച്ച് കൊടുത്തതാണോ? അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കുമോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ദുർബലനല്ല ഈ ചാർലി തോമസ്. ചാർലി തോമസ് ശിക്ഷിക്കപ്പെട്ട സമയത്ത് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മയടക്കം പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് വേണ്ടി അവരെ സമീപിച്ച ആകാശപ്പറവകൾ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗോവിന്ദച്ചാമിയാണോ ചാർലി തോമസ് ആണോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുകയല്ലേ. അപ്പോൾ ഈ ആകാശപ്പറവകൾ എന്ന ഒരു സംഘം, അത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘമാണ്. അവർ സമീപിച്ചിരുന്നു, സൗമ്യയുടെ അമ്മയെ സമീപിച്ചിരുന്നു. അപ്പോൾ മാത്രമല്ല, വലിയ പൈസ ഇറക്കിയാണല്ലോ സുപ്രീം കോടതിയിലൊക്കെ വാദിക്കണമെങ്കിൽ അതൊന്നും ആരും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ കരുതുന്ന പോലെ ഈ ചാർലി തോമസ് ദുർബലനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജയിൽ അധികൃതരെ സ്വാധീനിക്കാൻ ഒന്നുകിൽ ചാർലി തോമസ് സ്വന്തം നിലയ്ക്കോ അല്ലെങ്കിൽ ചാർലി തോമസിനെ പിന്തുണയ്ക്കുന്ന ഈ ആകാശപ്പറവകൾ ഒക്കെ ഇടപെട്ടിട്ടില്ല എന്നെങ്ങനെ പറയാനാവും? അല്ല, അത് ആ ഒരു സംഭവവും ഈ സംഭവവും രണ്ടും രണ്ടാണ്. ആദ്യത്തെ ഭാഗം എടുത്താൽ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ കൈയുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് പുറത്ത് സൗകര്യപ്രദമായി കടക്കാൻ കഴിയും എന്ന് ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് കഴിയില്ല, പരസഹായം ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ. അപ്പോൾ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് സഹായം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൻ്റെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഈ കമ്പി മുറിച്ച് കടക്കാൻ കഴിയുമെങ്കിലും അതിൽ നിന്ന് ഈ കൂറ്റൻ മതിൽക്കെട്ട് ചാടിക്കടന്ന് പുറത്തേക്ക് പോകാൻ കഴിയുമോ? അതല്ല, ഏതെങ്കിലും ആളുകൾ വാതിൽ തുറന്നുകൊടുത്ത് അതിലൂടെ മതിൽ ചാടി പോയതാണെന്ന വ്യാജേന അത് പുറത്തു വിട്ടതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും നമുക്ക് പഴിക്കാൻ കഴിയില്ല. കാരണം ഈ സ്ഥാപനം, ജയിൽ എന്ന് പറയുന്നത് സെൻട്രൽ ജയിൽ എന്ന് തന്നെ പേരാണ്. സെൻട്രൽ ജയിലിൽ അതിൻ്റെതായ ചില കഠിനമായ നിബന്ധനകളുണ്ട്. അതോടൊപ്പം തന്നെ
അതിലെ ഏറ്റവും കുറ്റവാളി ശിക്ഷിക്കപ്പെട്ട് കൊലക്കുറ്റത്തിനും മറ്റും ശിക്ഷിക്കപ്പെട്ടവരെ മാത്രം പാർപ്പിക്കുന്ന സൈക്കാട്രിക് പിന്നെ എഫക്റ്റ് ആയിട്ടുള്ള ആളുകളെ താമസിപ്പിക്കുന്ന തുടർന്ന് അത് കൂടുതൽ കടുത്ത ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ സുരക്ഷയും ഒരുക്കേണ്ടുന്ന ഒരു സ്ഥലമാണ്. അതിലൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഇതിലൂടെയെങ്കിലും പുറത്തു വരുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് നല്ലതാണ് എന്ന് കരുതാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിലും ആ വീഴ്ചകൾ നാളെയുടെ ദിവസങ്ങളിൽ ഇല്ലാതാകുമെങ്കിൽ നമുക്ക് അത്രയും ആശ്വസിക്കാം. രണ്ടാമത്തെ കാര്യത്തിൽ ആ ഒരു സംശയം നമ്മൾ ആകാശത്തിൽ അങ്ങനെ നിലനിർത്തരുത്. ആകാശപ്പറവകൾ മറ്റവരെ സമീപിച്ചിട്ടുണ്ടാകും, ഗോവിന്ദച്ചാമിയെ എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ മുന്നിൽ മറവിയിലേക്ക് പോയിട്ടുള്ളൊരു വസ്തുതകളാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവരെയും മുന്നിലേക്ക് കൊണ്ടുവരണം. അവരാരായാലും അവരെയും കൊണ്ടുവന്ന് ഇനി ഇങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുന്നതിന് സമൂഹത്തിന് താക്കീതാകുന്ന രൂപത്തിലുള്ള നടപടികളിലേക്ക് അവരെയും കൊണ്ടുവരണം. അവരെ ആരെയെങ്കിലും രക്ഷപ്പെടുത്തി നിർത്തണമെന്ന ആഗ്രഹം ഒരു വ്യക്തിയായിട്ട് ഞാൻ വരുന്നില്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയ പക്ഷം കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് നാഴികക്ക് 40 വട്ടം പോകുന്ന പി ജയരാജനെങ്കിലും, ഉപദേശക സമിതി അംഗം പി ജയരാജനെങ്കിലും ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാമായിരുന്നു, തിരക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു.